നമസ്കാരം. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന്റെ കട്ടളയിലെയും സ്വർണം കവർന്നത് കണ്ടെത്തിയതിന് പിന്നാലെ ശ്രീകോവിലിന്റെ മുഖ്യവാതിൽ സ്വർണം പൂശിയതിലും ഹൈക്കോടതി തട്ടിപ്പ് കണ്ടെത്തിയതോടെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വൻതോതിലാവുമെന്ന് ഉറപ്പായി. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പുകൾക്കെല്ലാം ദേവസ്വം ബോർഡിന്റെ പിന്തുണയും ഒത്താശയുമുണ്ട് എന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമടക്കം അറസ്റ്റിന്റെ നിഴലിലാണ്. കൂടാതെ ദേവസ്വം മന്ത്രി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു സംശയമുണ്ട്. അതോടുകൂടി ശാസ്ത്രീയ പരിശോധനയിലൂടെ എത്ര സ്വർണം കൊള്ളയടിച്ചെന്ന് കണ്ടെത്തുന്നതോടെ കേരളം ഞെട്ടുമെന്നുറപ്പാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതിനാൽ സർക്കാരിന് യാതൊരു സമ്മർദ്ദവും ചെലുത്താൻ സാധിക്കില്ല. 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ദേവസ്വം കമ്മീഷണറും പിന്നീട് ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനെ 3ാം പ്രതിയാക്കിയതോടെ അന്നത്തെ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമെല്ലാം കുടുങ്ങുമെന്ന കാര്യത്തിൽ ഏറെ ഉറപ്പായി. സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പുപാളിയാണെന്ന് എഴുതിയത് 2019 മാർച്ച് 19 അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ബോർഡ് പ്രസിഡന്റായ എൻ വാസു ആയിരുന്നു. 2019 മാർച്ച് 31 വരെ ദേവസ്വം കമ്മീഷണർ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ പ്രസിഡന്റായ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് കട്ടിളപ്പാളി പുറത്തു കൊണ്ടുപോയതെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഉന്നതരുടെ അറസ്റ്റിലേക്ക് SIT നീങ്ങുമെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളയിൽ നിന്ന് സ്വർണം ഒട്ടിച്ചെടുത്ത 2ാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് എൻ വാസുവിനെ SIT ചോദ്യം ചെയ്തത്. അറസ്റ്റിലായ സുധീഷ് കുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നീട് വാസുവിന്റെ PAയുമായി പ്രവർത്തിച്ചിരുന്നു. സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണ്ണ വിൽപ്പന നടത്തിയതിലും ബോർഡിൽ ആർക്കൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SIT അന്വേഷണത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. കട്ടിളയിലെ സ്വർണം മോഷണ കേസിൽ 8ാം പ്രതിയായി മുൻ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയിരുന്നു. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിക്ക് 42.100 കിലോ ഭാരമുണ്ടായിരുന്നു. സ്പാട്ട് ക്രിയേഷനിൽ എത്തിച്ച് ഇതിൽ നിന്ന് 450 ഗ്രാം സ്വർണം വേർതിരിച്ചു. ഈ കേസിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. വാസു അറസ്റ്റിലായാൽ കേസിൽ വഴിത്തിരിവുണ്ടാക്കും. 2 തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിന് ദേവസ്വം ബോർഡിൽ മറ്റാരേക്കാളും സ്വാധീനമുണ്ട്. വാസുവിന്റെ ഇടപാടുകൾ പുറത്തു വന്നാൽ അത് കൂടുതൽ ബാധിക്കുക സംസ്ഥാന സർക്കാരിനെയാകും. യുവതി പ്രവേശം അടക്കമുള്ള സംഭവങ്ങൾ വാസു കമ്മീഷണറായിരുന്ന സമയത്താണ് ഉണ്ടായത്. കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി 7 മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു മടങ്ങിയെത്തി. വാസു ദേവസ്വം പ്രസിഡന്റായപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കിയതും സംശയനിഴലിലാണ്. വാസു പിടിയിലായാൽ SIT അടുത്തതായി നീങ്ങുക ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്കായിരിക്കും. പത്മകുമാറും CPM നേതൃത്വവുമായി അകൽച്ചയിലാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്താൽ സ്വർണ്ണക്കടത്തിലെ ഉന്നത രാഷ്ട്രീയ ബന്ധം വെളിപ്പെടുത്തുമെന്നാണ് SIT കരുതുന്നത്. തദ്ദേശം അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ ബന്ധം പുറത്തുവന്നത് സർക്കാരിനും ഇടതുമുന്നണിക്കും തിരിച്ചടിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ആയുധമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാറുമെന്നും ഉറപ്പാണ്. എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതിനാൽ അന്വേഷണം വൈകിപ്പിക്കാനും തടയിടാനും സർക്കാരിന് കഴിയുന്നതുമില്ല. അതേസമയം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെയാണ് എൻ വാസുവിന്റെ മൊഴി. സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം അത് ഉപയോഗിച്ച് നിർദ്ധയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 2019 ഡിസംബർ 9 ഇമെയിൽ അയച്ചിരുന്നു. അന്ന് പ്രസിഡന്റ് ആണെന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ വാസു ആയിരുന്നു പ്രസിഡന്റ് എന്ന് വെളിവായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടി. പാളികൾ അയച്ചു കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല എന്നാണ് വാസുയുടെ മൊഴി. ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്നായിരുന്നു ആദ്യ പ്രതികരണം. എന്നാൽ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ന് രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല എന്നാണ് വാസു പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.